ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു 2 മാങ്ങ ചെനച്ച മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു മാങ്ങാക്കറിയാണ് കേട്ടോ. ഇതിനായി 2 കോമാങ്ങ, ചെനച്ച മാങ്ങയാണ്. മൂവാണ്ടൻ മാങ്ങയല്ല, ഒരു കോമാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അതാണെങ്കിൽ നല്ല മണവും ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പുളിയെടുക്കാം. മാങ്ങ ഇപ്പോൾ ഇതേപോലെ ചെത്തിയെടുത്തിട്ടുണ്ട്, തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഈ മാങ്ങ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് വേവിച്ചെടുക്കാനായിട്ട് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പ് കല്ലും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം കേട്ടോ. എന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മാങ്ങ ഇതേപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കഷ്ണം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ശർക്കര ഒന്ന് അലിയുന്ന വരെ ഒന്ന് ഇത് മാങ്ങ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് താളിക്കാനായിട്ടുള്ള ഉണ്ടാക്കാം. താളിക്കാനായിട്ട് നമ്മൾ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ശകലം ഉലുവ, ശകലം കടുക്, വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇടാം കേട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാങ്ങാപ്പരട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും വെറുതെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, സൂപ്പറാണ് കേട്ടോ. ഇത് ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാങ്ങാപ്പരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പറാണ്. ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെൽക്കം, താങ്ക് യു. അടുത്ത വീഡിയോയും വീണ്ടും കാണാം.